വെൽക്കം ബാക്ക് ടു ക്ലേ ഡയറി. അപ്പം നമ്മൾ ഇന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത് പേപ്പർ വെച്ചിട്ടൊരു ബനാനയാണ്, അതായത് പഴം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മൾ ഈ വീഡിയോയിൽ ആകെ യൂസ് ചെയ്യുന്നത് 2 പേപ്പേഴ്സ് ആണ്. ഒന്ന് യെല്ലോ പേപ്പറും അതേപോലെ തന്നെ ഒന്ന് A4 ഷീറ്റും ആണ്. അപ്പം ആദ്യം തന്നെ ഒരു യെല്ലോ ഷീറ്റ് എടുക്കുക. ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സ്ലോ ആയിട്ട് എല്ലാം ചെയ്യും. ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്ലോക്ക് വീണ് കളിക്കൽ അതിനൊരു നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഒരു A4 സൈസിലുള്ള പേപ്പർ എടുക്കുക, അതിന്റെ കോർണർ ടു കോർണർ മടക്കി കൊടുക്കുക കേട്ടോ. അതായത് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലോട്ടും മറ്റേ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ടും വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യും. ഇനി അതിൽ ബാക്കി വന്ന പോർഷൻസ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമുക്ക് ഇതൊരു സ്ക്വയർ ഷേപ്പിലായിട്ടുണ്ടാവും കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ അതിന്റെ സെന്റർ ഭാഗം കൂടെ മടക്കി കൊടുത്തിട്ട് മൊത്തത്തിൽ ഒരു കോൺ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക. ഇതിൽ അധിക ഭാഗവും ഞാൻ പറയുന്നത് ചിലപ്പോൾ മനസ്സിലായിക്കോണമെന്നില്ല. അപ്പം നിങ്ങൾ വീഡിയോ സൂക്ഷിച്ച് കണ്ടിട്ട് വീഡിയോയിൽ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഇനി സെന്ററിൽ ലൈൻ ഇട്ടുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് പരിചയമുള്ള മെത്തേഡായിരിക്കും. അതിന് സെന്റർ പോർഷൻ എടുത്തിട്ട് നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ ഉണ്ടാക്കിയെടുക്കാം. അതായത് അവിടെ ബാക്കി ഉണ്ടായ പോർഷൻസ് നമുക്ക് ഈ ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിലേക്ക് ഫിറ്റ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി ഇതിന്റെ വലത്തോട്ട് നിന്ന് ഇടത്തോട്ടും ഇടത്തോട്ട് നിന്ന് വലത്തോട്ടും മടക്കി കൊടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ വലത്തോട്ട് നിന്നും ഇടത്തോട്ടേക്ക് ചെറിയ പോർഷൻസും മടക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ടും മറ്റേ സൈഡിൽ നിന്ന് ഈ ഒരു സൈഡിലോട്ട് മടക്കുക. നേരത്തെ കാണിച്ച പോലെ തന്നെ അടിഭാഗത്ത് കുറച്ച് ബാക്കി വരുന്ന ഭാഗം അതേപോലെ തന്നെ മടക്കിയെടുക്കുക. ഇതാണ് നമ്മുടെ ബനാനന്റെ തൊലിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റം യൂസ് ചെയ്തിട്ടോ അത് വല്ല ചുരുട്ടിയെടുക്കുക. ഞാനിതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബാംബൂ സ്റ്റിക്ക് ആയിരുന്നു. നിങ്ങൾക്ക് ഇതേപോലത്തെ എന്ത് ചെറിയ ഐറ്റംസ് വെച്ചിട്ട് യൂസ് ചെയ്യാം. നമ്മൾ വല്ല അത് ഓരോ പോർഷൻസും ചുരുട്ടിയെടുക്കുക. ഇത് നമ്മൾ മറക്കാതെ അതിന്റെ 4 സൈഡുകൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയാണ് നമ്മൾ പഴത്തിന്റെ കഴിക്കാനുള്ള സംഭവം ഉണ്ടാക്കുന്നത്. അതായത് അതിനായിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. ഞാനിതിൽ യൂസ് ചെയ്യുന്നത് A4 ഷീറ്റ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോർണർ ടു കോർണർ മടക്കി കൊടുക്കുക, അതിന്റെ സെന്റർ പോർഷനും മടക്കി കൊടുക്കുക. നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള അതേ മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗം ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിലോട്ട് ആക്കി കൊടുക്കുക. ഇനി അടുത്തത് വലത്ത് ഭാഗത്ത് നിന്ന് ഇടത്ത് ഭാഗത്തേക്കും ഇടത്ത് ഭാഗത്ത് നിന്ന് വലത്ത് ഭാഗത്തേക്കും മടക്കി കൊടുക്കുക. അതിന്റെ അടിഭാഗത്ത് ബാക്കി വരുന്ന പോർഷനും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ നമ്മൾ 2 സൈഡുകളും ചെയ്തെടുക്കുക. നേരത്തെ ചെയ്തതിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് ഇതിനുണ്ടാവും, കാരണം ഇതിൽ ബാക്കി വരുന്ന പോർഷൻസ് നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ട് മടക്കി കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ അത് ചുരുട്ടി എടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എന്തിനാ എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ബനാന മറ്റേ തൊലിന്റെ കൂടെ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിന്റെ ഉള്ളിലാണ് ഇത് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പോർഷന് ഉള്ളിലോട്ട് മടക്കിയത്. ഈ ബനാന കുറച്ചും കൂടെ ക്യൂട്ടായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ ഫേസും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. ഞാൻ ബ്ലാക്ക് ഇങ്കും അതേപോലെ തന്നെ ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി എന്തെങ്കിലും വേസ്റ്റ് പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വൈറ്റ് പോർഷന്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നാലേ അത് പാറിപ്പോവാതെ കട്ടിയായിട്ട് കുറച്ചുകൂടെ ഭംഗിയിൽ നിൽക്കുള്ളൂ. ഞാനിതിൽ യൂസ് ചെയ്തിട്ടുണ്ടായത് കുറച്ച് വേസ്റ്റ് ഉണ്ടായ ബ്രൗൺ പേപ്പേഴ്സ് ആയിരുന്നു കേട്ടോ. ലാസ്റ്റ് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ, നമ്മുടെ ബനാന ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ബനാന എങ്ങനെയുണ്ടെന്ന് കമന്റിൽ പറയാനും മറക്കരുത്. അപ്പൊ ഓക്കെ, ബൈ.